കോവിഡ് സമയത്ത് എല്ലാവരുടെയും പരാതി സമയം ഒട്ടും പോകുന്നില്ല എന്നുള്ളതായിരുന്നു. ശരിയല്ലേ? പക്ഷെ അതിനുശേഷം ഇങ്ങോട്ട് ലോകം വളരെ ഫാസ്റ്റായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വർഷം ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വർഷം അവസാനിക്കുന്ന ആ ഒരു പ്രതീതിയാണ് കിട്ടുന്നത്. പെരുന്നാളും ഈസ്റ്ററും അമ്പലങ്ങളിലെ ഉത്സവങ്ങളും, അതിനു പുറകെ സ്കൂള് തുറക്കുന്നു, ഓണം എത്തുന്നു, ദീപാവലി, ക്രിസ്തുമസ്, അടുത്ത ന്യൂ ഇയർ. എത്ര വേഗമാണ് ഒരു വർഷം കടന്നു പോകുന്നത്. എല്ലാ വർഷവും നാം നമ്മളുടെ ഭാവിക്ക് വേണ്ടിയിട്ട് ഗോൾ സെറ്റിംഗ് ഒക്കെ ഗംഭീരമായിട്ട് നടത്താറുണ്ട്. പക്ഷെ വളരെ കുറച്ചു പേർക്ക് മാത്രമാണ് അവർ ഉദ്ദേശിച്ച രീതിയിൽ ഭാവിയെ പറ്റിയിട്ടുള്ള അവരുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനും വിജയിക്കാനും വേണ്ടി സാധിക്കുന്നത്. ഗോൾ സെറ്റ് ചെയ്തിട്ടും എന്തുകൊണ്ട് ആ ലക്ഷ്യത്തിൽ നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുന്നില്ല? അതിന്റെ പ്രധാനപ്പെട്ട കാരണം നാം ആ ഒരു പ്രവൃത്തിയിൽ ചില കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തേണ്ടിയിരിക്കുന്നു. നമ്മളുടെ ലക്ഷ്യബോധം മാത്രം പോരാ, അതിന്റെ പിന്നിൽ ചില കാര്യങ്ങൾ കൂടി വരുമ്പോഴാണ് നമുക്ക് ആ ലക്ഷ്യത്തിലേക്ക് അതിവേഗം എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുക. ആദ്യമേ നമുക്ക് വേണ്ടുന്ന ഒരു കാര്യം നമ്മളുടെ കറണ്ട് സിറ്റുവേഷൻ, അത് നാം അറിയുക എന്നുള്ളതാണ്. അസസ് യുവർ കറണ്ട് സിറ്റുവേഷൻ. എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥ? ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങൾ അങ്ങനെ ഗോൾ സെറ്റിംഗ് ഒക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണെങ്കിൽ ആ ലക്ഷ്യം എന്തുകൊണ്ട് നേടിയില്ല, എവിടെയാണ് അത് പരാജയപ്പെട്ടത് എന്നുള്ളതിനെ പറ്റി ശരിയായി വിലയിരുത്തണം. നമ്മളുടെ കഴിഞ്ഞു പോയ കാലത്തെ പറ്റിയിട്ട് നാം പഠിക്കുന്നത് എപ്പോഴും നല്ലതാണ്. അതുകൊണ്ടാണ് നമ്മുടെ പാഠപുസ്തകങ്ങളിലൊക്കെ ഹിസ്റ്ററി ഉള്ളത്, അല്ലേ? നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ചരിത്രം നമ്മൾ പഠിക്കുന്നില്ലേ? കുട്ടിക്കാലത്ത് ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, എന്തിന് ഈ രാജാക്കന്മാര് ഭരിച്ച കഥയൊക്കെ നമ്മൾ ഇനി പഠിച്ചിട്ട് എന്താണ് കാര്യം, ഇനി രാജഭരണം ഒന്നും വരാൻ പോകുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പഴയകാല അനുഭവങ്ങളിൽ നിന്നാണ് നമുക്ക് പുതിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത്. ജീവിതത്തെ പറ്റി നമുക്ക് കാഴ്ചപ്പാടുണ്ടാവാൻ തീർച്ചയായിട്ടും പഴയ കാലഘട്ടം നാം അറിയുന്നതും പഠിക്കുന്നതും ഒക്കെ നല്ലതാണ്. നമ്മളുടെ ജീവിതത്തിലും ഇത് ബാധകമാണ്. എന്തുകൊണ്ട് നേരത്തെ മുൻവർഷങ്ങളിൽ നിങ്ങൾ തീരുമാനിച്ച പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നടപ്പാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞില്ല? എവിടെയാണ് പിഴവ് പറ്റിയത്? അതേപോലെ നിങ്ങളുടെ സാധ്യതകൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്? ഇതൊക്കെ അനുസരിച്ച് നാം ഗോൾ സെറ്റിംഗ് നടത്തുമ്പോൾ മാത്രമാണ് ശരിയായിട്ടുള്ള വിജയത്തിലേക്ക് നമുക്ക് എത്താൻ വേണ്ടി സാധിക്കൂ. അപ്പോൾ നമ്മളെ ഇപ്പോൾ നിൽക്കുന്ന നമ്മളുടെ അവസ്ഥയെ പറ്റിയിട്ട് നാം മനസ്സിലാക്കുക. രണ്ടാമതായിട്ട് ക്രിയേറ്റ് ആൻ ആക്ഷൻ പ്ലാൻ എന്നുള്ളതാണ്. നമുക്ക് വ്യക്തമായ ഒരു ആക്ഷൻ പ്ലാൻ വേണം. അതിനെ നാം എപ്പോഴും ഗോൾസ് സെറ്റ് ചെയ്യുന്നത് ഏത് രീതിയിലാണ്? ലോങ് ടൈം ആയിട്ടുള്ള ഗോളുകളെല്ലാം നമ്മൾ സെറ്റ് ചെയ്യുന്നത് ഒരു 5 വർഷത്തേക്ക്, മിനിമം ഒരു 5 വർഷത്തേക്കുള്ള ലക്ഷ്യം ഇട്ടിട്ടായിരിക്കും. ഒരു മീഡിയം ടൈമിലുള്ള ഗോൾ സെറ്റിംഗ്സ് എല്ലാം നാം നടത്തുന്നത് ഒരു 3 വർഷത്തേക്കായിരിക്കും. ഷോർട്ട് ടൈമിലുള്ള ഗോൾ സെറ്റിംഗ്സ് എല്ലാം 1 വർഷത്തിനകത്തായിരിക്കും നാം പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ ഇതിനെ പിന്നെയും നാം വിഭജിക്കേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രായോഗികമായിട്ട് വിജയിക്കാൻ സഹായിക്കുന്ന ഒരു മാർഗമാണ് നിങ്ങൾ എല്ലാ ആഴ്ചയും, ഇപ്പൊ ഞാൻ കുറെ വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണത്. അതായത് ഞായറാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ, അതായത് ഈ ഞായറാഴ്ച ഞാൻ പ്ലാൻ ചെയ്യും ഒരാഴ്ച, ആ ഞായറാഴ്ച ഞാൻ പ്ലാൻ ചെയ്യും തിങ്കളാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെയുള്ള കാര്യങ്ങൾ. വീക്ക്ലി പ്ലാനിങ് ആണ് എൻ്റെ ഒരു ടെക്നിക്ക്. അത് വളരെ എഫക്റ്റീവായിട്ട് എനിക്ക് വളരെയധികം പ്രയോജനപ്പെടുന്നുണ്ട്. ഞാൻ എൻ്റെ ടീമിലെ എൻ്റെ കൂടെ ബിസിനസ്സിൽ പാർട്ട്ണർമാരായിട്ടുള്ള ആൾക്കാർക്കും ഞാൻ അത് റെക്കമെൻഡ് ചെയ്ത് കൊടുത്ത് വളരെയധികം പേർക്ക് അത് ഉപകാരപ്പെട്ടിട്ടുണ്ട്. എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാമുകളിലും ഞാനത് പറയാറുണ്ട്. അപ്പോൾ നിങ്ങൾ അങ്ങനെ നിങ്ങളുടെ ഈ ലക്ഷ്യങ്ങളെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള നിങ്ങളുടെ ആക്ഷൻ, അതിന് വേണ്ടിയിട്ട് ഒരാഴ്ചത്തേക്കുള്ള ഒരു ലക്ഷ്യം എടുക്കുക. പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഒരാഴ്ചയിലേക്കുള്ള ലക്ഷ്യങ്ങൾ നിങ്ങൾ തീരുമാനിക്കുക. ഈ ആഴ്ചയിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും, ഈ തിങ്കളാഴ്ച മുതൽ അടുത്ത ഞായറാഴ്ച വരെ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്ന് തീരുമാനിക്കുക. ആ ഞായറാഴ്ച തന്നെ അടുത്ത ആഴ്ചയിലേക്കുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുക, തീരുമാനിക്കുക. അതാണ് നമുക്ക് ഒന്നാമത് ചെയ്യാൻ ഉള്ളത്. ടു ഡു ലിസ്റ്റ് തയ്യാറാക്കുക. ഓരോ ദിവസവും ചെയ്യേണ്ട പ്രവൃത്തി, എത്ര മണിക്ക് എഴുന്നേക്കും, ഇല്ലേ? നമ്മുടെ പേഴ്സണൽ ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തൊട്ട് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ വരെ വ്യക്തമായിട്ട് എഴുതി വെക്കുക എന്നുള്ളതാണ് അവിടെ നമ്മൾ ചെയ്യുന്നത്. രണ്ടാമത് നമുക്ക് ചെയ്യാനുള്ളത്, നമ്മളുടെ ഈ പ്രവൃത്തി കൃത്യമായിട്ട് നടക്കുന്നു എന്ന് ഉറപ്പുവരുത്തുക. ഡെയിലി ഡയറി എഴുതുക. നിങ്ങളുടെ പേഴ്സണൽ ലൈഫിലെ അതാത് ദിവസം നടക്കുന്ന സംഭവങ്ങൾ നിങ്ങൾ എഴുതി വെക്കുന്ന ഒരു ശീലം ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് തിരിച്ചറിയാൻ പറ്റും നമുക്ക് ആ ആഴ്ചയിലെ നമ്മുടെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെയാണ് പ്രവർത്തിക്കാൻ പറ്റാതെ പോയത്,
എവിടൊക്കെയാണ് നമുക്ക് പാളിച്ച പറ്റിയത് എന്നൊക്കെ നമുക്ക് തിരിച്ചറിയാനും തിരുത്താനും ഒക്കെ വേണ്ടി സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഈ ശീലങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക, ഒരു വീക്കിലി പ്ലാനിങ് കൊണ്ടുവരിക, അതേപോലെ തന്നെ ഡെയിലി നിങ്ങളുടെ അനുഭവങ്ങൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അവിടെ നമുക്ക് ഓരോ ദിവസവും വരുന്ന നമ്മുടെ പിഴവുകൾ കണ്ടെത്താനും തിരിച്ചറിയാനും സാധിക്കും. പിന്നെ മൂന്നാമതായിട്ട് നമുക്ക് വേണ്ടുന്നത് ട്രാക്ക്, പ്രോഗ്രസ് ആൻഡ് സെലിബ്രേറ്റ് എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഈ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ഈ ലക്ഷ്യത്തിലേക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പോകുന്ന ആ ഒരു യാത്ര, ആ യാത്രയെ നിങ്ങൾ ഇഷ്ടപ്പെടുക. ഇവിടാണ് ഏറ്റവും വലിയ കീ പോയിന്റ്. ഇതാണ് എന്തുകൊണ്ട് ഗോൾ സെറ്റിംഗ് ഒക്കെ നടത്തിയിട്ടും ആ ലക്ഷ്യത്തിലേക്ക് എനിക്ക് എത്തിച്ചേരാൻ പറ്റുന്നില്ല എന്നുള്ള ചോദ്യത്തിന്റെ ഉത്തരം ഞാൻ ആ പ്രോസസ്സിനെ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ്. ഇപ്പൊ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഡയറക്ട് സെല്ലിംഗ് മേഖലയിലുള്ള ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു LIC ഏജന്റോ ഒക്കെ ആണെന്ന് ചിന്തിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഇൻഷുറൻസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ക്ലയന്റിനെ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പോകണം. നിങ്ങൾക്ക് ആ ഒരു പുതിയൊരാളിന്റെ അടുത്ത് പോയി നിന്ന് നിങ്ങളുടെ പ്ലാൻ പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എത്ര ഗോൾസ് സെറ്റ് ചെയ്തിട്ടും യാതൊരു കാര്യവുമില്ല. കാരണം നിങ്ങൾ ഇഷ്ടപ്പെടേണ്ടത് ആ പ്രവൃത്തിയാണ്. ആ പ്രവൃത്തി നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ഓരോ ദിവസവും പുതിയ പുതിയ ആൾക്കാരെ കാണുമ്പോൾ അവരുടെ ഒബ്ജക്ഷനുകളൊക്കെ നിങ്ങൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നിങ്ങൾ അത് സന്തോഷത്തോടെ ചെയ്യും. കാരണം നിങ്ങൾ ആ പ്രോസസ്സിനെ ഇഷ്ടപ്പെടുന്നു. അതുപോലെ തന്നെ നമ്മളുടെ ചെറിയ വിജയങ്ങളെയും നമ്മൾ ആഘോഷിക്കുക. നമ്മുടെ ലക്ഷ്യത്തിലെ വലിയ വിജയങ്ങൾ കാത്തു നിൽക്കരുത്. പരാജയങ്ങളെയും നമ്മൾ ആഘോഷിക്കുക. അതിനകത്ത് നാം പതറരുത്. ഈ തരത്തിലുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായാലുള്ള ഒരു ഗുണം വീണ്ടും വീണ്ടും പരിശ്രമിക്കാനുള്ള മനോഭാവവും മടുപ്പില്ലാതെ പ്രവർത്തിക്കാനുള്ള ഒരു മനോഭാവവും നമുക്കുണ്ടാകുമെന്നുള്ളതാണ്. ഈ 3 കാര്യങ്ങൾ, നിസ്സാരമെന്ന് തോന്നുന്ന ഈ 3 കാര്യങ്ങൾ കൃത്യമായിട്ട്, അതായത് നിങ്ങൾ ഇപ്പോൾ നിൽക്കുന്ന നിങ്ങളുടെ അവസ്ഥ മനസ്സിലാക്കുക, ആ അവസ്ഥയനുസരിച്ച് ഒരു ആക്ഷൻ പ്ലാൻ നിങ്ങൾ തയ്യാറാക്കുക, ആ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് ഒരു പ്രോസസ്സ്, ഒരു പ്രോഗ്രാം നിങ്ങൾ സെറ്റ് ചെയ്ത് അതിനായിട്ട് നിങ്ങൾ പ്രവർത്തിക്കുക. ആ പ്രവർത്തിക്കുമ്പോൾ നിങ്ങളുടെ ആക്ഷനെ നിങ്ങൾ ഇഷ്ടപ്പെടുക, ആ പ്രോസസ്സിനെ നിങ്ങൾ ഇഷ്ടപ്പെടുക, അതിനകത്ത് വരുന്ന ചെറിയ പ്രോഗ്രസ് പോലും സെലിബ്രേറ്റ് ചെയ്യുക. ഈ ഒരു മനോഭാവത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചാൽ എത്ര വലിയ ലക്ഷ്യങ്ങളും നമുക്ക് വളരെ ഈസി ആയിട്ട് നേടിയെടുക്കാൻ പറ്റും. ജീവിതത്തിൽ നമ്മളെ മറ്റുള്ളവര് ബഹുമാനിക്കുന്നതും സ്നേഹിക്കുന്നതും ഒക്കെ നമ്മുടെ വിജയങ്ങളുടെ അടിസ്ഥാനത്തിലാണ്. സ്ഥിരമായിട്ട് പരാജയപ്പെടുന്ന ഒരാളെ എല്ലായിടത്തും എല്ലാവരും അവഗണിക്കും. പരാജയപ്പെട്ട ഒരാൾക്ക് കിട്ടുന്നത് സഹാനുഭൂതിയും അനുകമ്പയും ഒക്കെ ആയിരിക്കും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അത് മാറിയിട്ട് നിങ്ങൾക്ക് അഭിമാനവും സ്നേഹവും ഒക്കെ മറ്റുള്ളവരിൽ നിന്ന് അനുഭവിക്കാൻ വേണ്ടി സാധിക്കും. അതിനെല്ലാവർക്കും കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാൻ അത് ഇടയാക്കും.